ഇവൻ മദ്യം മയക്കുമരുന്ന് ഇതിനൊക്കെ ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, മീൻസ് നമ്മുടെ പിന്നെ എല്ലാവരുടെ ഒരു ഗ്യാതറിങ്, എല്ലാരും തിരിച്ചു വന്ന റീയൂണിയൻ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഷാമ്പയിനോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഈ എല്ലാരും പോയൊക്കെ കഴിഞ്ഞപ്പം ഇവൻ ഇങ്ങനെ ഇത് കഴിക്കാനുള്ള ഭയങ്കരമായ ടെൻഡൻസി, ഞാൻ ദൂരെ ഇരുട്ടത്തിരിക്കുന്നത് ഇവൻ കാണുന്നില്ല. ഇവനത് ലക്ഷ്മി പ്രിയയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. മലയാള സിനിമയിലും ടെലിവിഷനിലും ഒക്കെ വർഷങ്ങളായി സജീവമായിട്ടുള്ള നടിയാണ് ലക്ഷ്മി പ്രിയ. ബിഗ് ബോസ് മലയാളം സീസൺ 4 എത്തിയതോടെയാണ് അവർ കൂടുതൽ ശ്രദ്ധ നേടുന്നതും അതേസമയം തന്നെ ഒട്ടേറെ വിവാദങ്ങൾ അകപ്പെടുന്നതും. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനാൽ അച്ഛന്റെ സഹോദരന്റെ സംരക്ഷണത്തിലാണ് ലക്ഷ്മി പ്രിയ വളർന്നത്. കുട്ടിക്കാലത്ത് അമ്മ മരിച്ചുപോയി എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കൗമാര പ്രായത്തിലാണ് അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞത്. ലക്ഷ്മി പ്രിയയുടെ പഴയ പേര് സെബീന അബ്ദുൽ ലത്തീഫ് എന്നാണ് എന്ന കാര്യം ഇവിടെ പലർക്കും അറിയുമെന്നുള്ള കാര്യം സംശയമാണ്. 2005 സംഗീതജ്ഞനായിട്ടുള്ള പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനായിട്ടുള്ള ജയേഷിനെ കല്യാണം കഴിച്ചതോടെയാണ് മതം മാറി ലക്ഷ്മി പ്രിയ എന്ന പേര് സ്വീകരിച്ചത്. പ്രൊഫഷണൽ നാടകങ്ങളിലൂടെയാണ് ലക്ഷ്മി പ്രിയ അഭിനയ രംഗത്തേക്ക് വരുന്നത്. മോഹൻലാൽ നായകനായ നരൻ എന്ന സിനിമയിലൂടെയാണ് സിനിമയിൽ തുടക്കം കുറിച്ചത്. കഥ തുടരുന്നു, മാടമ്പി, സീനിയേഴ്സ് തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുമുണ്ട്. കോമഡി കഥാപാത്രങ്ങളൊക്കെ അടിപൊളിയായി ചെയ്യുമായിരുന്നതാണ്. നിലവിൽ ഇപ്പൊ സിനിമാക്കാരുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ വരെ എത്തി നിൽക്കുകയാണ് ലക്ഷ്മി പ്രിയയുടെ ജീവിതം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബിഗ് ബോസിൽ പങ്കെടുത്തതാണ് ലക്ഷ്മി പ്രിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡോടെ ആണെങ്കിലും ആളുകൾക്കിടയിൽ ഇത്രയും പോപ്പുലർ ആയത് ബിഗ് ബോസോടെയാണ്. കുലസ്ത്രീ എന്ന പേര് പോലും ലഭിച്ചത് ബിഗ് ബോസിൽ വെച്ചാണ്. എനിക്ക് തോന്നുന്നത് കുലസ്ത്രീ എന്ന വിശേഷണം പോലും ഇത്ര പോപ്പുലർ ആവുന്നത് അത് ലക്ഷ്മി പ്രിയയ്ക്ക് ചാർത്തി കിട്ടിയതിന് ശേഷമാണെന്നാണ്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സ്ത്രീ സങ്കല്പങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ സംസാരിച്ചതിനാലാണ് പലരും അവരെ പരിഹസിച്ചുകൊണ്ട് ഈ പേര് വിളിച്ചത്. പുരുഷന്മാർ വീട്ടുജോലി ചെയ്യേണ്ടതില്ല എന്ന അവരുടെ പല പരാമർശങ്ങളും പല മത്സരാർത്ഥികളും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഈ വിലയിൽ തനിക്ക് പരാതിയൊന്നുമില്ല എന്നും ഞാൻ അഭിമാനമുള്ള ഒരു കുലസ്ത്രീയാണെന്നും ഒക്കെയായിരുന്നു അവർ പിന്നീട് പ്രതികരിച്ചിരുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ വെച്ച് മറ്റൊരു മത്സരാർത്ഥിയായിട്ടുള്ള റിയാസ് സലീമുമായിട്ടുണ്ടായ തർക്കങ്ങളൊക്കെ ആ സമയത്ത് ലക്ഷ്മിയെ വലിയ രീതിയിൽ വിവാദത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. LGBT വിഭാഗത്തെ കുറിച്ചൊക്കെ അവർ നടത്തിയ പല പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇവരിപ്പോ എന്താണ് ലക്ഷ്മി പ്രിയയുടെ ജീവിത ചരിത്രം ഇവിടെ വന്ന് വിളമ്പുന്നതെന്ന്. കാര്യമുണ്ട്, വേറൊന്നുമല്ല. ബിഗ് ബോസിൽ ലക്ഷ്മി പ്രിയയുടെ അതേ സീസണിൽ മത്സരിച്ച ആളാണ് നമ്മുടെ ബ്ലസ്ലി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പണം തട്ടിപ്പ് കേസിൽ ബ്ലസ്ലി അറസ്റ്റ് ചെയ്ത് വരും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ. ആ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി പ്രിയ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവിൽ വെച്ച് ബ്ലസ്ലിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പ്രിയ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിൽ വെച്ച് റിയാസ് സലീമുമായിട്ടായിരുന്നല്ലോ ലക്ഷ്മി പ്രിയക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവതാരക അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. അന്ന് ബിഗ് ബോസിൽ വെച്ച് പലരോടും നല്ല ദേഷ്യം കാണിച്ചിരുന്നല്ലോ, പ്രത്യേകിച്ച് റിയാസിനോടൊക്കെ. ഇപ്പോഴും ആ ദേഷ്യമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അവതാരകയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ലക്ഷ്മി പ്രിയ കൊടുത്ത മറുപടിയിലാണ് റിയാസ് സലീമിനോടൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരെനിക്ക് നല്ല ഇഷ്ടമാണ്, അന്നും ഇന്ന് എനിക്ക് വെറുപ്പുള്ള ഒറ്റ ഒരുത്തന്നെ ഉള്ളൂ, അത് ബ്ലസ്ലി ആണെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും ലക്ഷ്മി പ്രിയ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടോക്കാം. പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേ 1 തൊട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് റിയാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്ന് വെച്ചാൽ കളിയുടെ ഗതിയൊക്കെ മാറി നമ്മൾ ഈ ആളെന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. നമ്മൾ വേറെ ഏതോ ഒരു തലത്തിൽ കൂടെയാണ് നമ്മളെ ചിന്തയും വർത്തമാനവും പെരുമാറ്റം. അല്ലാതെ റിയാസ് ഇവര് മോശമാണോ അവര് മോശമാണോ നമ്മൾ അങ്ങോട്ട് സങ്കല്പം നമ്മൾ ചീട്ടെടുക്കുന്ന പരിപാടി അല്ല അത്. നമ്മൾക്ക് ഇങ്ങോട്ട് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് 17 പേരുള്ളതിൽ 16 പേരും എന്റെ ശത്രുക്കളായിരിക്കും. മനസ്സിലായില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്, അതൊക്കെ ശരിയുമായിട്ടുണ്ട്. പക്ഷെ റിയാസിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് റിയാസിനോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഒരാൾ സ്നേഹിക്കുമ്പോ റിയാസിനെ അത്ര ഇതായിട്ട് ലക്ഷ്മി പ്രിയ ആക്കി ഒരുക്കി കൊടുത്തത് ഞാനല്ലേ. ആ ബാത്റൂമിൽ കൊണ്ട് ഇതങ്ങനെ പോലെ ഇങ്ങനെ വേണം ഇങ്ങനെ വരിക അങ്ങനെ. അപ്പൊ എനിക്ക് അവനോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അവൻ ചെയ്തൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ആരെയും ശത്രുസ്ഥാനത്ത് ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഒരാളെ. പക്ഷെ എനിക്ക് ചേച്ചി പറയുമ്പോഴത്തേനും എനിക്കത് ശത്രുസ്ഥാനത്ത് ചേച്ചി കാണില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷെ അന്ന് നമ്മളത് കാണുമ്പോ ചേച്ചിക്ക് എന്തോരം ദേഷ്യം ഉണ്ടാവും. റിയാസിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയാറില്ല ഇവന്റെ ഭാഷ. പക്ഷെ ഇവന് ഈ നെഗറ്റീവ്സ് പറയുമ്പോഴും ഈ നെഗറ്റീവ് ചിന്തകളും ഈ കരകര എല്ലാത്തിനും ഇങ്ങനെ കോരിയിടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടല്ലോ. ഞാൻ ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് എനിക്ക് വേണ്ട ഒരു സംഗതി ഉണ്ട്, അത് മാത്രം ഞാൻ എടുക്കുള്ളൂ. എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായപ്പോൾ ബ്ലസ്ലിയുടെ അടുത്താണ്. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്, അതെനിക്ക് മാറ്റാൻ പറ്റിയേയില്ല. എനിക്ക് ആരോട് ദേഷ്യവും വെറുപ്പും ഇല്ല എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ ആളാണ്. ഇപ്പൊ പെട്ടെന്ന് അങ്ങ് പ്ലേറ്റ് മാറ്റി. അന്നും എന്നും എനിക്ക് ബ്ലസ്ലിയെ ഇഷ്ടമല്ല, എനിക്ക് അവനോട് എപ്പോഴും വെറുപ്പാണ് പോലും. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക ലക്ഷ്മി ചേച്ചി. എന്തായാലും എന്തുകൊണ്ടാണ് ബ്ലസ്ലിയോട് ഇത്ര വെറുപ്പെന്ന് ലക്ഷ്മി പ്രിയ തന്നെ തുറന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. ഇപ്പൊ ബ്ലസ്ലിയുടെ എന്തോ കേസൊക്കെ വന്നില്ലേ, ജയിലല്ലേ. അതാണ് ഒരു ഫേക്ക് പേഴ്സൺ എത്ര നാളാണ് ഇത് ഇട്ടിട്ടിരിക്കാൻ പറ്റുക? ഈ കേസ് വേറെ ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ.
റിയാസിന് ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, ഇല്ല. മനസ്സിലായില്ല. അവരൊന്നും ഫേക്ക് പേഴ്സൺസ് അല്ല. ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും ബ്ലസ്ലി മാത്രമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരാൾ ഫേക്ക് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ചിലർക്ക് ഒരാൾ ഫേക്ക് ആയി തോന്നാം, മറ്റു ചിലർക്ക് അയാൾ ജെന്യുവിൻ ആണെന്നും തോന്നാം. ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവിനനുസരിച്ചാണ് അത് വരുന്നത്. ഇതിനു മുമ്പും ലക്ഷ്മിപ്രിയ ബ്ലസ്ലിയെ കുറ്റം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു കേസൊക്കെ വന്ന ആൾ അകത്തായതുകൊണ്ട് തന്നെ ഇപ്പൊ കുറ്റം പറയാൻ പറ്റിയ സമയമാണ്. എനിക്ക് ഉറപ്പുണ്ട്, അതായത് ഈ ബ്ലസ്ലി അറസ്റ്റിലായി എന്ന് അറിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിപ്രിയ പണ്ട് ബിഗ് ബോസിലൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, എടി ഞാൻ അന്നേ പറഞ്ഞതല്ല അവൻ ഉടായ്പാണെന്ന്, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്, അവനിപ്പോ പോലീസ് പൊക്കിയില്ലേ. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. അല്ല, അവർക്ക് അങ്ങനെ പറയുകയും ചെയ്യാം. ഉടായ്പ കാണിച്ചിട്ട് തന്നെയാണല്ലോ ബ്ലസ്ലിനെ പോലീസ് പൊക്കിയത്. എന്തായാലും ലക്ഷ്മിപ്രിയയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ ബ്ലസ്ലിയുടെ സഹോദരൻ കമന്റിലൂടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. മാഡം ഇതുവരെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കോടതി ഒരാളെ കുറ്റക്കാരെന്ന് വിധിക്കുന്നത് വരെ അവൻ കുറ്റം ചെയ്തതാണെന്ന് പറയാനാകില്ല. എന്നീ തള്ളിച്ച് കാര്യനും പറഞ്ഞു കൊടുക്ക്. ഭൂലോക ഫേക്ക് ടീംസ് ആണ് ബാക്കിയുള്ളവരെ ഫേക്ക് എന്ന് വിളിച്ച് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്മിപ്രിയ ബ്ലസ്ലിയെ ഫേക്ക് എന്ന് വിളിച്ചു. ബ്ലസ്ലിയുടെ സഹോദരൻ ലക്ഷ്മിപ്രിയയെ തിരിച്ചും ഫേക്ക് എന്ന് വിളിച്ചു. അത് അവിടെ തീർന്നു. പക്ഷെ അതിനിടയിൽ ഇവന് ബ്ലസ്ലിയെ നൈസായിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോടതി ശിക്ഷിക്കുന്നത് വരെ ഒരാൾ പ്രതിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം തൊട്ടേ ദിലീപ് ഫാൻസിന്റെ ഏറ്റവും വലിയ വാദം ഇത് തന്നെയായിരുന്നു, കോടതി ശിക്ഷിക്കുന്നത് വരെ ഒരാൾ പ്രതിയാവുന്നില്ല എന്നുള്ളത്. എന്തായാലും അവസാനം കോടതി ദിലീപിനെ വെറുതെ വിടുകയും ചെയ്തു. അതേ വാദം തന്നെയാണ് ബ്ലസ്ലിയുടെ സഹോദരൻ ഇവിടെ ഉന്നയിക്കുന്നത്. പക്ഷെ ബ്ലസ്ലി ഈ കേസിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കോടിയുടെ പണമിടപാട് തട്ടിപ്പിലാണ് ബ്ലസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഏകദേശം 114 കോടി രൂപയുടെ ഓൺലൈൻ കോഴ്സ് തട്ടിപ്പിലാണ് ബ്ലസ്ലി പ്രതിയായിരിക്കുന്നത്. ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പാർട്ട് ടൈം ജോലികൾ വാഗ്ദാനം ചെയ്തു ആളുകളിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ബ്ലസ്ലി എന്നാണ് പോലീസ് പറയുന്നത്. ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുന്ന പണം വിവിധ മ്യൂൾ ബാങ്ക് അക്കൗണ്ട് വഴി സ്വീകരിക്കുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി ചൈനയിലേക്ക് മറ്റും കടത്തുകയായിരുന്നു അത്ര ബ്ലസ്ലിയുടെ രീതി. ബ്ലസ്ലിയുടെ സ്വന്തം അക്കൗണ്ടിലേക്കും ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് താരം എന്ന രീതിയിലുള്ള തന്റെ പ്രശസ്തി ഉപയോഗിച്ച് ആളുകളിൽ വിശ്വാസം ജനിപ്പിച്ചാണ് ഇത്തരം ഒരു തട്ടിപ്പ് സംഘടിപ്പിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പൊ കേസ് കുറച്ച് സ്ട്രോങ് ആണെന്ന് അർത്ഥം. എന്തായാലും ഇതിനുശേഷം ബ്ലസ്ലിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങളും കൂടി ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും ബ്ലസ്ലി മാത്രമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാല് ഇവൻ മദ്യം മയക്കുമരുന്ന് ഇതിനൊക്കെ ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, മീൻസ് നമ്മുടെ പിന്നെ എല്ലാവരുടെ ഒരു ഗ്യാതറിംഗ്, എല്ലാവരും തിരിച്ചു വന്ന റീയൂണിയൻ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഷാമ്പയിനോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഈ എല്ലാരും പോയൊക്കെ കഴിഞ്ഞപ്പം ഇവൻ ഇങ്ങനെ ഇത് കഴിക്കാനുള്ള ഭയങ്കരമായ ടെൻഡൻസി, ഞാൻ ദൂരെ ഇരുട്ടത്തിരിക്കുന്നത് ഇവൻ കാണുന്നില്ല. ഇവനത് എടുക്കണു, മണപ്പിച്ചു നോക്കുന്നു, ഒരു ഇച്ചിരി കുടിച്ചു നോക്കുന്നു, വെക്കുന്നു. അവൻ 3 കുപ്പി ഷാമ്പയിൻ ഉണ്ടായിരുന്നു, 3 അവൻ കുടിച്ചു തീർത്തിട്ടുണ്ട്. അത് ശരി, 3 കുപ്പി ഷാമ്പയിൻ ഒറ്റയടിക്ക് കുടിച്ച് തീർത്തു നോക്കി. ഇതൊക്കെ ഉള്ളതാണോ? എനിക്ക് ഈ മദ്യപാനമായിട്ടൊന്നും അത്ര വലിയ കണക്ഷൻ ഒന്നുമില്ല. എന്നാലും 3 കുപ്പി ഷാമ്പയിനൊക്കെ ഒരാൾ ഒറ്റയടിക്ക് കുടിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്തോ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എനിക്കറിയില്ല കേട്ടോ, ചിലപ്പം കുടിക്കാൻ പറ്റുമായിരിക്കും. ഇനിയിപ്പോ അങ്ങനെ കുടിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ എന്താ പ്രശ്നം? മദ്യപാനം നല്ലതല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ഇല്ലീഗൽ ഒന്നും അല്ലല്ലോ. ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ, വേണമെങ്കിൽ കുടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാക്കി പറയേണ്ട കാര്യമുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണെന്ന് ഓർക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്തായാലും ബ്ലസ്ലിനെ പോലീസ് പൊക്കി. ഇപ്പൊ അവനെ 4 കുറ്റം പറഞ്ഞാലും ആരൊന്നും പറയാൻ പോണില്ല എന്ന മൈൻഡിലായിരിക്കണം ലക്ഷ്മിപ്രിയ ഇത് പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ബ്ലസ്ലി അതിന്റെ മുന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എല്ലാരും പോയല്ലോ, ഔട്ടായി. ഞങ്ങൾ 5 പേരുള്ളൂ. ഓരോരുത്തർക്കും ചുമയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത ചുമയുടെ കഫ് സിറപ്പ് ഇവൻ കഴിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആഫ്റ്റർ ബിഗ് ബോസ് ഷോ ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഇവൻ സ്മോക്ക് ചെയ്യുന്ന വീഡിയോ എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് അറിയോ? ഇതൊന്നും നമ്മൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ കേസ് വന്നുകൊണ്ട് പറയുന്നില്ല. ഒരു ഫേക്ക് പേഴ്സൺ ഓൾവേസ് ഒരു ഫേക്ക് പേഴ്സൺ തന്നെ ആയിരിക്കും. അവർക്ക് അതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അതിന് ഇനി ബ്ലസ്ലിയുടെ അനുകൂലികൾ എന്നെ തെറി പറഞ്ഞാലും ഒന്നും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങള് ആ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഇത് ധന്യയോട് ചോദിച്ചു നോക്കൂ, നിങ്ങള് അഖിലിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ, നിമിഷയോട് ചോദിച്ചു നോക്കൂ, ജാസ്മിനോട്, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഇത് ഉണ്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബ്ലസ്ലിനെയാണ്. എനിക്കിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വേറെ ആരുമായിട്ടും ഒരുമിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. റോബിൻ എന്റെ ബ്രദറാണ്, ഞാൻ റോബിന് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. പിന്നെ ധന്യായിട്ടും ബിഗ് ബോസിന്റെ ബേസിലല്ല ധന്യായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, ധന്യ ആർട്ടിസ്റ്റ് ആണല്ലോ.
എനിക്ക് ധന്യമായിട്ടും പിന്നെ റോബിനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഞാൻ വേറെ ആരെയും കാണാൻ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ എന്തോ നാടേ ഇത്. ബ്ലസ്ലി 3 കപ്പ് ചാമ്പ്യൻ കുടിച്ചു, പുക വലിച്ചു, കപ്പ് സിറപ്പ് കുടിച്ചു. അതിനിപ്പോ എന്താ ഒരു അവസരം കിട്ടിയെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ഒരാളെ കുറ്റം പറയാൻ പാടുണ്ടോ ലക്ഷ്മി ചേച്ചി? ബ്ലസ്ലി ചിലപ്പോൾ ഉടായ്പായിരിക്കും, ഇതെല്ലാം നമ്മൾ സമ്മതിച്ചു. എന്നാലും പണ്ട് അവന് കള്ള് കുടിച്ചതും ബീഡി വലിച്ചതും ഒക്കെ ഇപ്പൊ വന്നിരുന്ന് പറയേണ്ട ആവശ്യം എന്താണ്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചേച്ചിയെ കുലസ്ട്രി എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്ലസ്ലി ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നുള്ള സംഭവം മുതലാക്കിക്കൊണ്ട് അയാളുടെ പഴയകാല സ്വഭാവ ദൂഷ്യങ്ങളോ വ്യക്തിപരമായ ശീലങ്ങളോ വിളിച്ചു പറഞ്ഞു ആഘോഷിക്കാനുള്ള ഒരു അവസരമായി ലക്ഷ്മിപ്രിയ ഇതിനെ കാണുന്നു. അങ്ങനെ വേണം കരുതാൻ. ബ്ലസ്ലി ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ പണ്ട് കഫ് സിറപ്പ് കുടിച്ചതും ഷാമ്പയും കുടിച്ചതും ഒക്കെ ഇത്ര വലിയ ക്രൈമായിട്ട് അവതരിപ്പിക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ വീഴ്ചകളിലെ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്വയം വെള്ള പൂശാൻ ശ്രമിക്കുന്നത് ഒരു തരം ഇടുങ്ങിയ ചിന്താഗതിയുടെ ഫലമാണ്. ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും ലക്ഷ്മിപ്രിയയുടെ ഉള്ളിൽ ആ പഴയ കുലസ്ത്രീ ഇമേജും പകയും ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണം ഈ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.